കൊല്ലത്ത് ഉത്സവത്തിലുണ്ടായ നിസ്സാര കാര്യത്തിന് 19 വയസ്സുകാരൻ കൊല ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നു. ഉത്സവങ്ങൾ ആധുനിക മാനവീയ മൂല്യങ്ങളോട് നിരക്കുന്നതാണോ? നിയമലംഘനങ്ങൾക്ക് ക്ഷേത്രസമിതിക്ക് നിയമപരമായ ഉത്തരവാദിത്വമുണ്ടോ? ഈ ഉത്സവം എന്ന് പറയുന്ന സംഗതി തന്നെ എൻ്റെ ഒരു വന്യത. ഞാനൊരു സാധാരണ എല്ലാവരും ഉത്സവം എന്ന് പറയുന്നത് എല്ലാവരും വളരെ വലിയ കാര്യമായിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഉത്സവത്തിൽ ഒരുപാട് വയലൻസും വന്യതയൊക്കെ ഉണ്ട്. കാരണം ഈ എന്താണ് അവർ ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ആക്ച്വലി ആഘോഷിക്കാനൊന്നുമില്ല. വളരെ കൃത്രിമമായ ആഘോഷമാണ്. ഇപ്പോൾ ഒരു കെട്ടുകുതിര ഉണ്ടാക്കിയിട്ട് അല്ലെ ഒരു പാട്ട് കേട്ടിട്ട് ചുമ്മാ വെള്ളം അടിച്ച് കിടന്ന് തുള്ളുന്നതിന് എന്താണ് അവൻ ആഘോഷിക്കുന്നത്? അവനെ ആഘോഷിക്കാനായിട്ട് അവൻ എന്തെങ്കിലും നേട്ടമോ അച്ചീവ്മെന്റോ ഹയ്യോ ഒന്നും ഉണ്ടാവുമൊന്നുമില്ല. ആ ഹൈ അവൻ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു വിജയം ഉണ്ടായി, നിങ്ങൾ ആഘോഷിക്കുന്നു. ഇപ്പോൾ കൊയ്ത്തുത്സവം എന്നൊക്കെ പറയുന്ന ഓണം, കൊയ്ത്തും ഇല്ല, ഒരു ഇതുമില്ല, വെറുതെ പോയി ഇങ്ങനെ സാധനങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ട് ഇലക്കകത്തിരുന്ന് കഴിക്കുമ്പോൾ അതൊരു ആഘോഷമാണ്. ആഘോഷമാണോ ഒരു ആചാരമാണോ? ആചാരമല്ല, വെറുതെ ഇതാണ്. ഈ ആഘോഷങ്ങൾക്ക് അർത്ഥം ഉണ്ടാവണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനതുകൊണ്ട് പലപ്പോഴും ഈ പല ആഘോഷങ്ങളിലും എനിക്ക് വലിയ താല്പര്യം തോന്നാത്തത്, ദർ ഇസ് നത്തിങ് ടു സെലിബ്രേറ്റ്. നമ്മൾ അതിൽ പങ്കെടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾക്ക് അത് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയണം. ഈ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്ക് കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു ഉന്മാദമാണത്. കുറേ പേര് പോകുന്നു, ആളിനെ കാണുന്നു, എന്താണ് അച്ചീവ്മെന്റ്, എന്താണ് നേട്ടം, എന്താണ് സന്തോഷം? ഒന്നുമില്ല. കെട്ടുകുതിരയുടെ മുന്നേയൊക്കെ കിടന്ന് ഇപ്പോൾ DJ എന്ന് പറഞ്ഞൊരു ഇടിവണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാം തന്നെ ഇതേ ആൽക്കഹോളിന്റെ അടിമകളായതുകൊണ്ട് പെട്ടെന്ന് സന്തോഷം ഉണ്ടാവും, പെട്ടെന്ന് സങ്കടം വരും, പൊട്ടിക്കരയും, പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവും, പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടിന് വണ്ടിയിലടി, വടിവാളെടുക്ക്, വെട്ട്, കുത്ത്. ഈ ഉത്സവ സമയത്തൊക്കെ ഇപ്പം നടന്ന 1-2 ആക്രമണങ്ങൾ, നിങ്ങളീ പറഞ്ഞ ഉൾപ്പെടെ കൊല്ലം ജില്ലയിലെ ആ ഒരു ആക്രമണം എത്ര ഭയാനകമാണ്, എത്ര ഹൃദയഭേദകമായിട്ടുള്ള വന്യതയാണ് അത്തരം ആഘോഷങ്ങളിലുള്ളത്. ഇതിനെല്ലാം പറയാം ആന വലിച്ചെറിയുന്നതും ആന ചവിട്ടിക്കൊല്ലുന്നതും. ഇതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാകൃതമാണ്, ഇത് ആവശ്യമില്ലാത്തതാണ് എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നിങ്ങൾ ആ ചോദ്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒന്നുകൂടി അതൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുമെന്നല്ലാതെ ഇത് ഭയങ്കരമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ശകലം ഗ്രൗണ്ട് പോലും ഇല്ല കളിക്കാനോ. ഈ ചെറുപ്പക്കാരെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളി എന്ന് പറയുന്നത് തന്നെ അവർ കളിക്കുന്നെങ്കിൽ ഈ ഗെയിമായിരിക്കും കളിക്കുന്നത്. വെയിലത്ത് പോയി കഴിഞ്ഞാൽ കളറ് പോകും എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൂടുതലും എനിക്കൊന്നൊരു മിഡിൽ ക്ലാസ് പോലും ഈ സ്പോർട്സിനോട് താല്പര്യമില്ല. വൈകിട്ട് കളിക്കാൻ പോകുന്ന കുട്ടികൾ ഇങ്ങനൊന്നുമില്ല. നമ്മളുടെ നാട്ടിലെ ഗ്രൗണ്ടുകളെല്ലാം കൂടുതലും ബേസിക്കലി എന്താണ് ഡ്രൈവിംഗ് പഠിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ വല്ല എക്സ്പോ, കൈത്തറി കരകൗശല പ്രദർശനം, അതിനൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വണ്ടി കൊണ്ടിടാനുള്ളത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളായിട്ട്. ഗ്രൗണ്ട് ഉണ്ടോ? ഗ്രൗണ്ട് ഇല്ല. എവിടെ ഗ്രൗണ്ട്? ഒരു പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റേഡിയം. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം ഉണ്ട്. നിങ്ങളത് കണ്ടിട്ട് ഇതിൻ്റെ ആകൃതി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാവും. അവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. എന്താണെന്ന് ഊഹിക്കാമല്ലോ. ഇതൊക്കെയാണ് അവസ്ഥകൾ. മാരകം. ക്ഷേത്രസമിതിക്ക് നിയമപരമായ ഉത്തരവാദിത്വമുണ്ടോ? ക്ഷേത്രസമിതിയെ ഇതിനെല്ലാം ഉത്തരവാദിത്തപ്പെടുത്തണം. ഉദാഹരണമായിട്ട് ഈ മൈക്ക് വെച്ച് ഇങ്ങനെ പൊട്ടിക്കുന്നതിനും വെടി പൊട്ടിക്കുന്നതിനും എല്ലാം ക്ഷേത്രസമിതിയുടെ അവരുടെ പേരെഴുതി ആധാർ കാർഡ് വാങ്ങിച്ച് ഇമാർക്കെതിരെ എല്ലാം കേസെടുത്ത് സ്ഥിരമായി പോവുകയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രസമിതി കയറാൻ ആൾ മടിക്കും. ഇമാതിരി സാമൂഹ്യദ്രോഹം ചെയ്യാനായിട്ടും ആൾ മടിക്കും. ഇതില്ലാത്തതാണ് പ്രശ്നം. ഇപ്പം ഇലക്ഷൻ പ്രമാണിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഇവരുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ശബ്ദമലിനീകരണവും അതുപോലെ തന്നെ ഈ ഉത്സവത്തിൻ്റെ ഉള്ള ഈ ആറാട്ടുകളും ഒക്കെ കൂടുതൽ രൂക്ഷമാകാൻ പലയിടത്തും അങ്ങനെ ആയിട്ടുണ്ട്. കാരണം ഗതാഗത തടസ്സം. കാരണം ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മാലിന്യവും സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ താല്പര്യവുമില്ല, കഴിവുമില്ല, ശേഷിയില്ല. ഇന്നിപ്പോൾ സതി ഉണ്ടായിരുന്നെങ്കിൽ സതിക്ക് വേണ്ടി നമ്മുടെ മൂന്ന് മുന്നണിയും മരിക്കുമായിരുന്നു. സതിക്ക് വേണ്ടി മരിക്കുന്ന 3 മുന്നണികൾ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. അതാണ് പൊളിറ്റിക്സ് നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് കറക്റ്റീവ് ഫോഴ്സ് ആവാനോ അവർക്ക് മാറ്റിമറിക്കാനോ അവർക്കൊന്നും ചെയ്യില്ല. കാര്യം ഈ ജനങ്ങൾ ഈ വന്യമായ അവസ്ഥയിൽ നിൽക്കുന്ന ഈ രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യരുടെ അപ്രൂവലാണ് അവർക്ക് വേണ്ടത്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയല്ല വേണ്ട കേട്ടോ, ഇങ്ങനെ അങ്ങോട്ട് മാറ്റി ആര് പറയും?
ആർക്കും പറയാൻ പറ്റില്ല. അവിടെയാണ് നമ്മളെ പോലുള്ള ആളുകൾ പറയുന്നതിൽ ചെറിയൊരു മാറ്റമെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാകും. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാനിതൊരു തോക്കുമെന്ന് ഉറപ്പുള്ള ഒരു യുദ്ധത്തിന് പടയാളികളെ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. ഇൻ ദ ലോങ് റണ്ണിൽ ഒരുപാട് പേര് പറയുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലാതെ പൊളിറ്റിക്സ് നമ്മുടെ എഴുത്തുകാർ, and if you want to be a popular person, and if you want to be accepted by the mainstream, you cannot change the mainstream. ഒരു മെയിൻസ്ട്രീമിനെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. As simple as that.